പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വരികയാണല്ലോ. ഒരുപാട് സ്റ്റുഡൻസ് എബ്രോഡ് സ്റ്റഡീസിന് വേണ്ടി നോക്കുന്നുണ്ട്. അതിലൊരു മെയിൻ ഡെസ്റ്റിനേഷനാണ് UK. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്നത് UK തന്നെ നഴ്സിംഗ് ആൻഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസിനെ പറ്റിയിട്ടാണ്. വെൽക്കം ടു എഡ്വീസ് എബ്രോഡ് ടോക്സ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് സ്വാതി മാം ആണ്. സ്വാതി മാം ബ്രിട്ടീഷ് കൗൺസിൽ സർട്ടിഫൈഡ് കൗൺസിലറും എഡ്ബിയിലെ തന്നെ സീനിയർ കൗൺസിലറും കൂടെയാണ്. അതുകൊണ്ടാണ് സ്റ്റുഡൻസ് നഴ്സിംഗ് ഹെൽത്ത് കെയർ കോഴ്സസിന് വേണ്ടിയിട്ട് UK ചൂസ് ചെയ്യുന്നത്. നമ്മൾ നാട്ടിലെന്നല്ല, നമ്മൾ ഏതൊരു കൺട്രി എടുത്താലും അവിടെ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഹെൽത്ത് കെയർ. നമുക്ക് എപ്പോഴും എംപ്ലോയീസിന് ആവശ്യമുള്ള ഒരു സെക്ടറും കൂടിയാണ് ഹെൽത്ത് കെയർ. അതായത് UK, ഓസ്ട്രേലിയ, നമ്മൾ അയർലൻഡ്, അങ്ങനെ ഏത് കൺട്രി എടുത്താലും ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് വരുന്നതും ഏറ്റവും ഹൈ സാലറി പാക്കേജ് ഉള്ളതും എപ്പോഴും PR ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു സെക്ടറാണ് ഹെൽത്ത് കെയർ. അപ്പോൾ നമ്മൾ ഏത് ഫീൽഡിനേക്കാളും ഹയർ ഗ്രോത്തും പിന്നെ ഏറ്റവും കൂടുതൽ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഫീൽഡാണ് ഹെൽത്ത് കെയർ. സോ ഹെൽത്ത് കെയർ ഫീൽഡ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് എപ്പോഴും അവരുടെ ലൈഫിലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് തന്നെ ആയിരിക്കും ഫ്യൂച്ചറിലും ഉണ്ടാകുന്നത്. ഓക്കെ, എങ്ങനെയാണ് അതായത് നാട്ടിലുള്ള ഒരു നഴ്സിങ്ങും UK പഠിക്കുന്ന ഒരു നഴ്സിങ്ങും എന്തൊക്കെ വ്യത്യാസമാണുള്ളത്? ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് BSc നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ 4 ഇയർ ആണ്, MSc നഴ്സിംഗ് ആണെങ്കിൽ 2 ഇയർ ആണ്. പക്ഷേ UK നമുക്ക് 3 ഇയറേ വരുന്നുള്ളൂ BSc നഴ്സിംഗിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. അതുപോലെ തന്നെ MSc നഴ്സിംഗ് നമുക്ക് 1 ഇയറിൻ്റെ കോഴ്സസും ചെയ്യാൻ പറ്റും. അതായത് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചും കൂടി ഷോർട്ട് ടേം കോഴ്സസ് അവൈലബിൾ ആണ്. UK IELTS ഇല്ലാതെ തന്നെ സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാൻ പറ്റും. നമുക്കിപ്പം IELTS ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. ഇപ്പം നമുക്ക് IELTS മാത്രമല്ല, IELTSന് പകരം PTE, ഡ്യൂലിംഗോ, ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കാരണം ഇപ്പോൾ ഹെൽത്ത് കെയർ സെക്ടറാണ്, ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വേണ്ട ഒരു ഫീൽഡാണ് ഹെൽത്ത് കെയർ. അപ്പോൾ നമുക്ക് IELTS ഉണ്ട്, ഇംഗ്ലീഷിലൊരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും, നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നല്ലതായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമുക്ക് UK യൂണിവേഴ്സിറ്റീസ് IELTSൻ്റെ വേവർ തരുന്നുണ്ട്. അതായത് +2 ഇംഗ്ലീഷിൽ ഒരു 70%, 75%-നൊക്കെ എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ +2 ഇംഗ്ലീഷിൻ്റെ മാർക്കിൻ്റെ ബേസിസിൽ IELTSൻ്റെ വേവർ കിട്ടും. പിന്നെ നമ്മൾ CBSE ആണ് സിലബസ് എങ്കിൽ നമുക്ക് MOAയുടെ ബേസിസിൽ വേവർ കിട്ടും. അങ്ങനെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് വിത്തൗട്ട് IELTSും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? മുൻപൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തിൽ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നമുക്ക് UK ജോബിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ ചെന്നിട്ട് രജിസ്ട്രേഷൻ്റെ എക്സാം എഴുതി ഡയറക്റ്റായിട്ട് പോവാം. പക്ഷെ ഇപ്പോൾ റൂൾസ് ചേഞ്ച് ആയി. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് നമുക്കിപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഇപ്പോൾ പുറത്തുനിന്ന് മൈഗ്രേഷന് വരുന്ന സ്റ്റുഡൻസോ വർക്കേഴ്സോ അതിപ്പോൾ പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ എപ്പോഴും ഏറ്റവും ബെറ്റർ UK പഠിക്കുക. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, UK 3 ഇയറിൻ്റെ കോഴ്സാണ്. 3 ഇയറിൻ്റെ കോഴ്സ് കഴിയുമ്പം ഇവർക്ക് ഇമ്മീഡിയറ്റ്ലി NHSൻ്റെ അണ്ടറിൽ, അവിടുത്തെ നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ അണ്ടറിൽ ഡയറക്റ്റ്ലി അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുവാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ അവർക്ക് വേറെ എക്സാംസോ കാര്യങ്ങളൊന്നും, രജിസ്ട്രേഷൻ്റെ എക്സാം എഴുതണം, അതല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട. ഡയറക്റ്റ്ലി അവരുടെ ഹോസ്പിറ്റൽസിലേക്ക് ഡയറക്റ്റ്ലി റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പം അവർക്ക് കിട്ടുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റേ ബാക്കിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? സ്റ്റേ ബാക്ക് നമുക്ക് വരുന്നത്, നമുക്ക് UG PG പ്രോഗ്രാമിന് ഏത് ടൈപ്പ് ഓഫ് പ്രോഗ്രാം നമ്മൾ എടുക്കുകയാണെങ്കിലും നമുക്കിപ്പം 1.5 ഇയേഴ്സ് ആണ് ഇപ്പോൾ നമുക്ക് സ്റ്റേ ബാക്ക് ആയിട്ട് വരുന്നത്, അതായത് 18 months. അപ്പോൾ ഇപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം ഏതാണ്? നമുക്ക് സ്റ്റുഡൻസിന് ഇമ്മീഡിയറ്റ്ലി തന്നെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ +2ൻ്റെ മാർക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും +2 പഠിക്കുന്ന സ്കൂളിൽ നിന്ന് പ്രഡിക്ഷൻ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്ക് ലിസ്റ്റ് എടുക്കാൻ പറ്റും. അതായത് അവർക്ക് എത്ര % മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ള ഇത് സ്കൂളിൽ നിന്ന് ക്ലാസ് ടീച്ചറിൻ്റെ അടുത്തു നിന്നോ ഹെഡ് മിസ്ട്രസിൻ്റെ അടുത്തു നിന്നോ എടുക്കാം. അപ്പോൾ അത് വെച്ച് പ്രഡിക്ഷൻ മാർക്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റീസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും വേഗം അപ്ലൈ ചെയ്യുന്നോ അത്രയും വേഗം ഓഫർ ലെറ്റർ എടുക്കാം. പിന്നെ സ്കോളർഷിപ്പിന് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് വൺസ് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാലാണല്ലോ ലോണിൻ്റെ കാര്യങ്ങളും ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ലോണൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അറൗണ്ട് ഒരു 1 to 2 months എടുക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾ +2 റിസൾട്ട് വെയിറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ മന്ത് തന്നെ +2ൻ്റെ റിസൾട്ട് വരും. റിസൾട്ട് വന്നിട്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇപ്പോൾ അപ്ലൈ ചെയ്താലും സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് കുട്ടികൾക്ക് പോകാൻ പറ്റും. സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് പോസിബിൾ ആണ്. നമുക്ക് ജൂലൈ മിഡ് വരെ നമുക്ക് ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ഉണ്ട് യൂണിവേഴ്സിറ്റീസിൻ്റെ. പക്ഷെ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നേരത്തെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും പെൻഡിങ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നമുക്കിപ്പം മാക്സിമം യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം. ഇപ്പം നമുക്ക് എന്നിട്ട് പ്രിഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. കാരണം ഇതിനൊക്കെ ടൈം എടുക്കും, ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം
പിന്നെ ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് കിട്ടുന്ന യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്ത് നിങ്ങളുടെ പ്രിഫറൻസിലുള്ള യൂണിവേഴ്സിറ്റി വരുമ്പം അതനുസരിച്ച് ചൂസ് ചെയ്യാം. കാരണം നമുക്ക് എപ്പോഴും ഒരു ടൈമിൻ്റെ നമുക്കറിയാലോ, മേജർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ഇൻടേക്കാണ്. UK ഇപ്പോൾ 2 ഇൻടേക്ക് വരുന്നുണ്ട്, സെപ്റ്റംബറും ജനുവരിയും. പക്ഷേ നേഴ്സിംഗ് അതുപോലെ തന്നെ ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സസിൻ്റെ നമ്മുടെ UK മേജർ ഇൻടേക്ക് സെപ്റ്റംബർ തന്നെയാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഈ ഇൻടേക്കിലേക്ക് പോകുന്നതായിരിക്കും. കാരണം ഇപ്പം എല്ലാ കൺട്രീസിലും റൂൾസ് ചേഞ്ച് ആവുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫീസ് ചേഞ്ച് ആവുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഇൻടേക്കിലേക്ക് ആകുമ്പോഴത്തേക്കും ഫീസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ചേഞ്ച് വരും. പിന്നെ ഈ ഇൻടേക്കിലാകുമ്പോൾ മാക്സിമം സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് തന്നെ പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ IELTS എടുത്തിട്ട് വരുന്ന സ്റ്റുഡൻസിന് ഏതെങ്കിലും തരത്തിൽ സ്കോളർഷിപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? IELTS എടുത്ത് വരുന്ന സ്റ്റുഡൻസ് സ്കോളർഷിപ്പിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, പക്ഷെ എന്നാൽ അവർക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റ്സും അഡീഷണൽ ഉണ്ടാകും. കാരണം എപ്പോഴും നമ്മുടെ ലാംഗ്വേജ് സ്ട്രോങ് ആവുന്ന സ്റ്റുഡൻസിന് എപ്പോഴും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. ഈവൻ അവർക്ക് അവിടെ പാർട്ട് ടൈം ജോബിന് ട്രൈ ചെയ്യുമ്പോഴായാലും, പാർട്ട് ടൈം ജോബൊക്കെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ട്രൈ ചെയ്യുമ്പോഴായാലും പിന്നെ പിയർ കോമ്പറ്റീഷൻ എല്ലാ ഫീൽഡിലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് എത്രത്തോളം അഡ്വാൻറ്റേജസ് നമുക്കുണ്ടോ അതൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ IELTS എടുക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് തന്നെ നമ്മളും പറയുന്നുള്ളൂ. +2 പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അവരുടെ ലാംഗ്വേജ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, പക്ഷെ എന്നാൽ പോലും അവർ IELTSൻ്റെയോ PTEയുടെയോ ടോഫലിൻ്റെയോ ഒരു ട്രെയിനിങ് എടുക്കുകയും പിന്നെ അതുപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ അവർക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണത്. ഓക്കെ, ഇപ്പോൾ വേറെ കൺട്രീസ് ഉണ്ടല്ലോ, അതായത് ജർമ്മനിയിലുള്ള ഹൗസ് ബിൽഡിങ്, സെയിം ഓസ്ട്രേലിയ നഴ്സിംഗ് സ്റ്റഡീസ്, അതുപോലെ തന്നെ ജോർജിയയിൽ വരുന്ന നഴ്സിംഗ് സ്റ്റഡീസ്, ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് UK ചൂസ് ചെയ്യേണ്ടത്? നമുക്ക് UK വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കുറച്ചും കൂടി ഇത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. പിന്നെ നമുക്കിപ്പം അത്യാവശ്യം മാർക്കുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് അവരുടെ എലിജിബിലിറ്റി വെച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനുള്ള ഓപ്ഷൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പം ബാക്കി കൺട്രീസിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനിഷ്യൽ പ്രോസസ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ പോലും ഏറ്റവും ലാസ്റ്റ് സമയത്ത് വിസ റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ UK 100% വിസ സക്സസ് റേറ്റ് ഉള്ളൊരു കൺട്രിയാണ് UK. അപ്പോൾ നമുക്കിപ്പം എല്ലാ പ്രോസസ്സും ചെയ്ത് ഇപ്പോൾ 1 or 2 ഇയർ വെയിറ്റ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞാലും അത് സ്റ്റുഡൻസിന് വേസ്റ്റ് ഓഫ് ടൈം ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ലോ ബഡ്ജറ്റ് കൺട്രീസിൽ വരുന്നുണ്ട്. പിന്നെ ജർമ്മനിയൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഓസ്ബിലോങ്ങിൻ്റെ പ്രോഗ്രാമാണ് ചെയ്യുന്നത്. പക്ഷേ ഓസ്ബിലോങ്ങിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണ്. അപ്പോൾ സ്റ്റുഡൻസ് ജർമ്മൻ ലാംഗ്വേജ് ഫസ്റ്റ് പഠിക്കണം, അതിൻ്റെ B2 ക്ലിയർ ചെയ്യണം. B2 ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു 1 or 2 ഇയർ ഒക്കെ എടുക്കും. അപ്പോൾ അവരുടെ അത്രയും ടൈം വേസ്റ്റ് ആണ്. പിന്നെ ആ ടൈമിൽ തന്നെ ഒരു B2 4 മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ മിക്കവാറും സ്റ്റുഡൻസിന് ഒരു 3 മൊഡ്യൂൾസ് വരെ ക്ലിയർ ചെയ്യാൻ പറ്റാറുള്ളൂ, ലാസ്റ്റ് മൊഡ്യൂൾ ക്ലിയർ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജർമ്മനിയിൽ പോകാൻ പറ്റില്ല, പക്ഷെ അവർക്ക് എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് വരും. അപ്പോൾ അവർ ജർമ്മനിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ അതർ കൺട്രീസ് ചൂസ് ചെയ്യും. അപ്പോൾ UK ആണെങ്കിലും ഒരു 3 ഇയർ എഡ്യൂക്കേഷൻ ഗ്യാപ്പേ യൂണിവേഴ്സിറ്റീസ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അതും വിത്ത് പ്രോപ്പർ എക്സ്പ്ലനേഷൻ. ഇനിയിപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിലും 1 ഇയർ എഡ്യൂക്കേഷൻ ഗ്യാപ്പേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവരുടെ അത്രയും ടൈമും വേസ്റ്റ് ആകും. പിന്നെ അതുകൂടാതെ തന്നെ അവർക്ക് വേറെ കൺട്രീസിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റിയും നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ജോർജിയൊക്കെ പോലത്തെ കൺട്രീസ് ആണെങ്കിൽ നമുക്ക് കോഴ്സ് അഫോർഡബിൾ ആയിട്ട് ചെയ്യാം, പക്ഷേ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റേ ബാക്ക് വരുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇമീഡിയറ്റ്ലി തന്നെ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോരേണ്ട അവസ്ഥയാണ് വരുന്നത്. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ കാണുന്നുണ്ട് ഇതുപോലെ തന്നെ ജർമ്മനിയിൽ ഓസ്ബിലോങ്ങിന് ജർമ്മൻ ലാംഗ്വേജ് ക്ലിയർ ചെയ്യാൻ പറ്റാതെ ടൈം പോയിട്ടുള്ള സ്റ്റുഡൻസ്. അതുപോലെ തന്നെ ജോർജിയയിൽ പഠിക്കാൻ പോയി ഇപ്പോൾ 4 ഇയർ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും വേറെ കൺട്രീസിൽ, കാരണം അവർക്ക് അവിടെ ഒന്നാമത് ജോർജിയ എന്ന് പറയുന്നത് ഇത്ര ലോ ബഡ്ജറ്റ് കൺട്രിയാണ്, കറൻസി റേറ്റ് വലിയ ചേഞ്ച് ഇല്ല. അപ്പോൾ അവിടെ അവർ വർക്ക് ചെയ്താലും അവർക്ക് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഇല്ല, കുറഞ്ഞ ചിലവിൽ പഠിച്ചു വരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സെറ്റിൽമെൻറ്റ് ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങളെപ്പോഴും UK, ഓസ്ട്രേലിയ അതുപോലുള്ള കൺട്രീസിൽ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. UK ഇപ്പോൾ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവർക്ക് വേറെ കൺട്രീസ് ഒക്കെ ഉണ്ടല്ലോ, ന്യൂസിലാൻഡ്, അയർലൻഡ്, ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള കൺട്രീസിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? നമ്മളിപ്പോൾ കൂടുതലും കുട്ടികൾ UK പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അയർലൻഡ് ഒക്കെ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഫീസ് കൂടുതലാണ്. പിന്നെ അവിടുത്തെ റിക്വയർമെൻറ്റ് കൂടുതലാണ്, ITRൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, പിന്നെ റിജക്ഷൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കൂടുതലായതുകൊണ്ടാണ് കൂടുതൽ സ്റ്റുഡൻസ് സ്റ്റഡീസിന് UK പ്രിഫർ ചെയ്യുന്നത്. വൺസ് ഇപ്പം നിങ്ങൾ UK സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഓസ്ട്രേലിയയോ ന്യൂസിലാൻഡിലേക്കോ മൈഗ്രേറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ അവിടെ നമുക്ക് എക്സാംസ് ഉണ്ടാകും, രജിസ്ട്രേഷൻ്റെ എക്സാംസ് ഉണ്ടാകും. ആ എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും, അതിനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് UK പഠിക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പോയി മൈഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് എന്തൊക്കെ എൻട്രി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്താലാണ് അവർക്ക് MSc നഴ്സിംഗ് പഠിക്കാൻ പറ്റുക?
അതായത് ഇപ്പോൾ ഇയർ ഗ്യാപ്പ്, അതുപോലെ പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബി എസ് സി എങ്ങനെയാണ്? നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ് ടു ഒരു 7 ഇയേഴ്സ് വരെ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ഗ്യാപ്പ് ജസ്റ്റിഫിക്കേഷൻ പ്രോപ്പറായിട്ട് നമ്മുടെ റെസ്യൂമിൽ പ്രൊവൈഡ് ചെയ്യണം. അതുകൂടാതെ തന്നെ നമ്മൾ എവിടേക്കാണ് വർക്ക് ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്തത്, അതിൻ്റെ ഫുൾ ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ വൺസ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പം ഫുൾ ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ പോലും വിസ ടൈമിൽ വിസ ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ വിസ ഓഫീസിൽ നിന്ന് പ്രോപ്പറായിട്ട് ജസ്റ്റിഫിക്കേഷൻ ചോദിക്കും. ഓരോ ഇയറിൻ്റെയും നമ്മൾ ഓരോ ഇയറിലും എന്താണ് ചെയ്തത്, എവിടെയാണ് വർക്ക് ചെയ്തത്, അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് വിത്ത് അവിടുത്തെ നമുക്ക് എക്സ്പീരിയൻസ് ലെറ്റർ ഉണ്ടല്ലോ അതുൾപ്പെടെ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ അങ്ങനെ ഗ്യാപ്പ് നമ്മൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഫ്രഷർ ആയിട്ടുള്ള ഒരു ബി എസ് സി നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് എക്സ്പീരിയൻസോ നാട്ടിലുള്ള രജിസ്ട്രേഷനോ ഒക്കെ മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട്? നാട്ടിൽ നിന്നുള്ള രജിസ്ട്രേഷൻ വേണ്ടി വരും. കാരണം ഇവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അവർ രജിസ്ട്രേഷൻ എടുക്കും, അത് മാൻഡേറ്ററി ആണ്. പിന്നെ നമുക്ക് ചില പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റീസ് 1 ഇയറിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ അതല്ലാതെ ബാക്കി യൂണിവേഴ്സിറ്റീസ് വിത്തൗട്ട് എക്സ്പീരിയൻസും അതായത് ഫ്രഷർ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ബി എസ് സി നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനല്ലാതെ ഇപ്പോൾ റേഡിയോളജി, അനസ്തീഷ്യ ടെക്നീഷ്യൻ, കാർഡിയോവസ്കുലർ ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന, മീൻസ് ഈ ഹെൽത്ത് റിലേറ്റഡ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന് എം എസ് സി നഴ്സിംഗ് ചെയ്യുന്നത് പോസിബിൾ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, നമുക്ക് 2 ഇയറിൻ്റെ എം എസ് സി നഴ്സിംഗിൻ്റെ പ്രീ രജിസ്ട്രേഷൻ്റെ പ്രോഗ്രാം അവൈലബിൾ ആണ്. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിന് ഇത്തരത്തിലുള്ള കൺവേർഷൻ പ്രോഗ്രാം എല്ലാ യൂണിവേഴ്സിറ്റീസും സപ്പോർട്ട് ചെയ്യില്ല, പക്ഷേ കുറച്ചധികം യൂണിവേഴ്സിറ്റീസ് കൺവേർഷൻ പ്രോഗ്രാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പം നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണം, ഇപ്പോൾ കാർഡിയോവാസ്കുലർ അതുപോലെ തന്നെ ഓപ്റ്റോമെട്രി, അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ കൺവേർഷൻ പ്രോഗ്രാം ത്രൂ അവർക്ക് നഴ്സിംഗിലേക്ക് മാറാം. കാരണം എല്ലാവരും കുറച്ചും കൂടി ഒരു സെക്യൂർ ആയിട്ടുള്ള ജോബാണ് മിക്കവാറും സ്റ്റുഡൻസ് നോക്കുന്നത്. ജോബ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നഴ്സിംഗ് ടോപ്പ് നോച്ച് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ നഴ്സിംഗിൽ നമുക്ക് അത്യാവശ്യം ജോബും പിന്നെ അതുപോലെ തന്നെ സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ജോബും കൂടിയാണ് നഴ്സിംഗ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇവർക്ക് കൺവേർഷൻ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഇതിൽ മെയിനായിട്ട് അവർ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യേണ്ടി വരും. 1 or 2 ഫാക്കൾട്ടി ഇൻ്റർവ്യൂ ഉണ്ടാകും. കാരണം അതർ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അവരുടെ ആ എലിജിബിലിറ്റിയും പിന്നെ അവരുടെ ക്വാളിഫിക്കേഷനും ചെക്ക് ചെയ്യും. സ്റ്റുഡൻറ്റ് എത്രത്തോളം ഈ നഴ്സിംഗിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് നോക്കും. അതുപോലെ തന്നെ SOP അത് സ്ട്രോങ് ആയിരിക്കണം. മീൻസ് അവർക്ക് അവർ പഴയ കോഴ്സിൽ നിന്ന് ഈ കോഴ്സ് എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു, അവരുടെ ആ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ SOPയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ എഴുതേണ്ടി വരും. പിന്നെ അതുകൂടാതെ തന്നെ അഡീഷണലി യൂണിവേഴ്സിറ്റീസ് പോർട്ട്ഫോളിയോ ചോദിക്കും. അതായത് വർക്ക് ചെയ്ത കാര്യങ്ങളും പിന്നെ അവരുടെ ഡീറ്റെയിൽസും അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിലൊക്കെ സ്ട്രോങ് ആയിട്ട് അവരുടെ നഴ്സിങ്ങിനോടുള്ള പാഷനും ഇൻട്രസ്റ്റും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായാലും കൺവേർഷൻ പ്രോഗ്രാമിലേക്ക് അക്സെപ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കൺവേർഷൻ പ്രോഗ്രാമിന് IELTS മാൻഡേറ്ററി ആണോ? IELTS ചില യൂണിവേഴ്സിറ്റീസിൽ IELTS മാൻഡേറ്ററി ആണ്. പക്ഷേ IELTSന് പകരം നിങ്ങൾക്ക് TOEFLോ PTയോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിൻ്റെ IELTSന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്കോർ TOEFLോ PTയിലോ കമ്പാരിറ്റീവിൽ അത് നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ബി എസ് സി നഴ്സിംഗ് പറഞ്ഞ പോലെ തന്നെ GNMസിന് അവർക്ക് ഏതെങ്കിലും കോഴ്സ് ഇതുപോലെ MSc നഴ്സിംഗ് നേരിട്ട് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവും? അതായത് GNM സ്റ്റുഡൻസിന് ടോപ്പപ്പിൻ്റെ പ്രോഗ്രാം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് UK മാത്രമാണ്. അതായത് ഇപ്പോൾ GNMൻ്റെ 3 ഇയർ ഡിപ്ലോമയാണ്, ജനറൽ നഴ്സിംഗിൻ്റെ ഡിപ്ലോമയാണ് GNM വരുന്നത്. അത് നമ്മളിവിടെ കേരളത്തിൽ ചെയ്ത സ്റ്റുഡൻസിന് ഇപ്പോൾ നമുക്ക് വേറൊരു കൺട്രീസിലും അവർക്ക് വേറൊരു കോഴ്സും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഡയറക്റ്റ്ലി 1 ഇയറിൻ്റെ ടോപ്പപ്പിൻ്റെ നഴ്സിംഗ് പ്രോഗ്രാം UK ചെയ്യാം. അപ്പോൾ അത് വരുമ്പോൾ 1 ഇയറേ കോഴ്സ് വരുന്നുള്ളൂ. കോഴ്സിൻ്റെ ഫീസ് അറൗണ്ട് ഒരു 13 lakh തൊട്ടായിരിക്കും വരുന്നത്. അത്യാവശ്യം അഫോർഡബിൾ ആണ്. പക്ഷേ ഈ 1 ഇയറിൻ്റെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പം അവർക്ക് BSc നഴ്സിംഗിൻ്റെ ഫൈനൽ ഇയറിലേക്കായിരിക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. 1 ഇയർ കൊണ്ട് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാം. അവർക്ക് കിട്ടാൻ പോകുന്നത് BSc നഴ്സിംഗിൻ്റെ സർട്ടിഫിക്കേഷനാണ്. പിന്നെ രജിസ്ട്രേഷൻ കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ UK തന്നെ RN ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ GNM കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇയർ ഗ്യാപ്പ് കാര്യങ്ങളുണ്ടെങ്കിലോ? ഇയർ ഗ്യാപ്പ് മാക്സിമം ഒരു 3 ഇയേഴ്സ് വരെ. അതായത് BSc നഴ്സിംഗ് പോലെ തന്നെ, BSc നഴ്സിംഗ് നമുക്കറിയാലോ UG പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ BSc നഴ്സിംഗ് പോലെ തന്നെയാണ് നമ്മൾ GNMനെയും കണക്കാക്കുന്നത്. അപ്പോൾ മാക്സിമം ഒരു 3 ഇയേഴ്സിൻ്റെ ഗ്യാപ്പായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് 2023 ഓൺവേർഡ്സ് GNM കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനാണ് നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈവൻ അവർ വർക്കിംഗ് ആണെങ്കിലും നമുക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു എൻട്രി ലെവൽ സാലറി ഒക്കെ എങ്ങനെയായിരിക്കും? സാലറി പാക്കേജ് നമുക്ക് വരുന്നത് UK പെർ മന്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. സ്റ്റുഡൻസ് NHSൻ്റെ അണ്ടറിൽ ഡയറക്റ്റ്ലി രജിസ്റ്റേർഡ് നേഴ്സായിട്ടായിരിക്കും ഇവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ NHSൻ്റെ ഒരു സാലറി പാക്കേജ് ആയിരിക്കും വരുന്നത്. അറൗണ്ട് ഒരു പെർ മന്ത് അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി 3 lakh തൊട്ടായിരിക്കും അവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നത്. പിന്നെ അവരുടെ ഒരു സീനിയോറിറ്റി വെച്ച് അവർക്കത് ഗ്രാജുവലി കൂടി വരും.
ഓക്കെ, ഇപ്പം നഴ്സിംഗ് അല്ലാതെ വേറെ കോഴ്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ, ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കോഴ്സസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും നഴ്സിംഗ് കുറച്ചും കൂടെ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ഹെൽത്ത് കെയർ മാനേജ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ അതർ ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. കാരണം ഇപ്പോൾ നമുക്ക് എല്ലാ സ്റ്റുഡൻസിനും നഴ്സിംഗ് പോസിബിൾ അല്ല. നമുക്ക് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിനാണ് നഴ്സിംഗ് പോസിബിൾ. അപ്പോൾ ഹെൽത്ത് കെയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്തിട്ട് മാനേജ്മെൻറ്റ്, നമുക്ക് ഇതിൽ തന്നെ അറിയാം ഗ്ലോബൽ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, MBA ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, പിന്നെ AI വിത്ത് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, അതുപോലത്തെ ഓപ്ഷൻസ് ആണ് വരുന്നത്. അതായത് അതർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിനും UK ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യാനാണ് കൂടുതലും ഹെൽത്ത് കെയറിൻ്റെ ഒരു ഓപ്ഷൻസ് വരുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഓൾറെഡി OET CBT ഒക്കെ ക്ലിയർ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നഴ്സിംഗ് തന്നെ എടുക്കണം എന്നില്ല. അവർക്കൊരു എൻട്രി പോലെ ആണെങ്കിലും ഹെൽത്ത് കെയറിൻ്റെ ഓപ്ഷൻസ് എടുത്താൽ മതിയാകും. പക്ഷെ പർട്ടിക്കുലർലി നഴ്സിംഗ് നോക്കുന്ന ആൾക്കാർക്ക് നഴ്സിംഗ് എടുക്കാം. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഈ നഴ്സിംഗ് കോഴ്സസിന് UK എങ്ങനെയാണ് ഫീസൊക്കെ വരുന്നത്? നമുക്കിപ്പോൾ BSc നഴ്സിംഗും MSc നഴ്സിംഗും വരുന്നുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് BSc നഴ്സിംഗിൽ ഒരു സ്റ്റാർട്ടിംഗ് ഫീസ് വരുന്നത് അറൗണ്ട് ഒരു 13 lakh ഓൺവേർഡ്സ് ആണ്. നമുക്ക് 3 year ആണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. അതിൽ തന്നെ നിങ്ങൾക്കൊരു 6 or 7 lakh ഇനിഷ്യൽ ഡെപ്പോസിറ്റ് അടിച്ചിട്ട് പോവാം. പിന്നെ ബാലൻസ് പേയ്മെൻറ്റ് അവിടെ ചെന്നിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് 3 year ആണ് കോഴ്സ്. അതിൽ ഓരോ ഇയറിലെയും ഫീസ് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാം. അതുപോലെ തന്നെ MSc നഴ്സിംഗ് ഇപ്പോൾ 1 yearൻ്റെയും 2 yearൻ്റെയും കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ 1 yearൻ്റെ MSc നഴ്സിംഗ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു 14 lakh ഓൺവേർഡ്സ് ആണ് കോഴ്സിൻ്റെ ഫീസ് വരുന്നത്. അതിൽ തന്നെ ഒരു 7 lakh ഇനിഷ്യൽ ഡെപ്പോസിറ്റ് അടിച്ചിട്ട് പോവാം. പിന്നെ ബാലൻസ് പേയ്മെൻറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് അടയ്ക്കാം. അതായത് എൻറോൾമെൻറ്റിന് മുമ്പ് ചിലപ്പം കുറച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റീസ് സജസ്റ്റ് ചെയ്യും, ഓരോ ഡെഡ് ലൈൻ ഉണ്ടാകും. ആ ഒരു ഡെഡ് ലൈനുള്ളിൽ നമുക്ക് ഫീസ് അടച്ചാൽ മതിയാകും. അതായത് മൊത്തത്തിൽ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഫുൾ ഫീ അടച്ചിട്ട് പോകേണ്ടി വരില്ല. നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ ഇയറിലും സ്പ്ലിറ്റ് ചെയ്ത് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ നിന്ന് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചെയ്യുന്ന പോലെ ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന ട്യൂഷൻ ഫീസ് ഉണ്ടല്ലോ, നമുക്ക് ഇത്ര പെർസെൻറ്റേജ് അടയ്ക്കാമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ട്യൂഷൻ ഫീസ് നമ്മൾ അതെങ്ങനെയായിരിക്കും? അത് നമുക്ക് ഇതുപോലെ തന്നെ ഓഫർ ലെറ്ററിൽ അവർ മെൻഷൻ ചെയ്യും. ഓഫർ ലെറ്ററിലോ നമ്മുടെ ക്യാഷിലോ ഒക്കെ അവർ മെൻഷൻ ചെയ്യും അത് ഏതൊക്കെ ഡേറ്റിലാണ് അടയ്ക്കേണ്ടതെന്നുള്ളത്. അതിപ്പോൾ നമ്മളിപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പോൾ ജാനുവരി അല്ലെങ്കിൽ മെയ് അങ്ങനെ അവർ ഓരോ ഡേറ്റിൽ അവർ കൊടുത്തിട്ടുണ്ടാകും. ആ ഡേറ്റിനുള്ളിൽ അതിൻ്റെ ഇത്ര എമൗണ്ട് വെച്ചിട്ട് അടയ്ക്കണം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നമുക്ക് ഒരുമിച്ച് അടയ്ക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് അടയ്ക്കാം. അപ്പം നമുക്ക് ചിലപ്പോൾ അഡീഷണൽ യൂണിവേഴ്സിറ്റീസിൻ്റെ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫുൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഏർലി ബേർഡ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഫുൾ അടയ്ക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടും അടയ്ക്കാം. ഇപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഫീസ് അടയ്ക്കാൻ പറ്റും? നമ്മൾ ഒരിക്കലും പാർട്ട് ടൈം ജോബ് ചെയ്ത് ഫീസ് അടയ്ക്കാമെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം നമ്മൾ വെറുതെ നമ്മൾ സ്റ്റുഡൻസിന് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോൾ പാർട്ട് ടൈം ജോബ് കിട്ടുകയാണ്, അത്യാവശ്യം വേജസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നിങ്ങളുടെ ലിവിങ് കോസ്റ്റ് വരുന്നുണ്ട്, ഫുഡ് അക്കോമഡേഷൻ അതിനൊക്കെ നമുക്ക് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട് ടൈം ജോബിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ എല്ലാം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ പോലെ ഇരിക്കും. നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ കുറച്ച് ചിലവ് ചുരുക്കിയൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ കുറച്ചൊരു എമൗണ്ട് ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു എമൗണ്ട് നമുക്ക് ട്യൂഷൻ ഫീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയാറില്ല. നമുക്ക് ആ ഒരു പഠിക്കുന്ന ടൈമിൽ ഒരു സ്ട്രഗിൾ മാത്രമേ ഉള്ളൂ. പക്ഷെ വൺസ് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫുൾ ലൈഫ് സ്റ്റൈലും മാറും. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, നമുക്ക് സ്റ്റാർട്ടിങ് സാലറി തന്നെ വരുന്നത് ഒരു 3 lakh എബോവ് ആണ്. അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് നമ്മുടെ ഫുൾ ലൈഫ് സ്റ്റൈലും ചേഞ്ച് ആവാണ്. ഈ 2026 നഴ്സിംഗ് ആൻഡ് ഹെൽത്ത് കെയർ കോഴ്സസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് എങ്ങനെയാണ് എഡ്ബി സപ്പോർട്ട് ചെയ്യുക? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, നമ്മൾ UK ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ UK നോട്ടിംഗ്ഹാമിൽ നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ മാനേജ്മെൻറ്റ് ടീം ഫുൾ UK അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ UK ചെന്ന് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബിൻ്റെ അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. റെസ്യൂമി പ്രിപ്പറേഷൻ അങ്ങനെ പാർട്ട് ടൈം ജോബ് റിലേറ്റ് ചെയ്തിട്ട് എല്ലാ അസിസ്റ്റൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അക്കോമഡേഷൻ്റെ അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നഴ്സിംഗ് ആൻഡ് ഹെൽത്ത് കെയർ സെക്ടർ കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ UK ചെന്ന് കഴിഞ്ഞാൽ നഴ്സിംഗും ഹെൽത്ത് കെയർ സെക്ടറൊക്കെ ആകുമ്പോൾ എന്തായാലും നമുക്ക് രജിസ്ട്രേഷൻ്റെ എക്സാം ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ OSCE ട്രെയിനിങ്, അതിൻ്റെ പ്രിപ്പറേഷൻ, പിൻ നമ്പർ കളക്ഷൻ അങ്ങനെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കേരളത്തിൽ നമുക്ക് ബ്രാഞ്ചസ് വരുന്നുണ്ട്, കൊച്ചി, കാലിക്കറ്റ്. അതിൽ കേരളത്തിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ കൊച്ചിയാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത്. ഓക്കെ,
കൂടുതലും സ്റ്റുഡൻസിന്റെ കൺസേൺ എന്ന് പറയുന്നത് ഈ പാർട്ട് ടൈം ജോബ് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പൊ അത് എങ്ങനെയായിരിക്കും എഡ്ബിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഫുൾ UK നമുക്ക് ഫുൾ സപ്പോർട്ട് അവിടെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആപ്ലിക്കേഷൻ തൊട്ട് വിസ വരെയുള്ള എല്ലാ പ്രോസസ്സിനും നമ്മൾ കൊച്ചി, അത് കേരളത്തിലെ ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യും. വൺസ് നമ്മൾ എയർപോർട്ട് പിക്കപ്പ് തൊട്ട് പാർട്ട് ടൈം ജോബ് വരെ, പാർട്ട് ടൈം ജോബ് പിന്നെ അക്കോമഡേഷൻ അങ്ങനെയുള്ള എല്ലാ അസിസ്റ്റൻസും നമ്മൾ UK ചെയ്തു തരും. അപ്പോൾ നമ്മുടെ മാനേജേഴ്സ് ആയാലും അവർ ഓൾറെഡി UK ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവർക്ക് അത്യാവശ്യം കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എവിടെയെങ്കിലുമൊക്കെ വേക്കൻസീസ് വരുമ്പം അത് സ്റ്റുഡൻസിനെ ഇൻറ്റിമേറ്റ് ചെയ്യും. പിന്നെ ബാക്കി സ്റ്റുഡൻസിൻ്റെ ഒരു പെർഫോമൻസിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും അവർക്ക് പാർട്ട് ടൈം ജോബ് കിട്ടുന്നത്. പക്ഷെ എന്നാലും നമുക്ക് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് സ്റ്റുഡൻസിനെ നമുക്ക് അറിയിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് മാക്സിമം നമ്മുടേതായിട്ടുള്ള എല്ലാ സപ്പോർട്ടും സ്റ്റുഡൻസിന് ചെയ്തു കൊടുക്കാം. ഓക്കെ. അപ്പോൾ പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ, ഇപ്പോൾ പാർട്ട് ടൈം ജോബിനായാലും യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ ആയാലും ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ, റെസ്യൂമി പ്രിപ്പറേഷൻ, അങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് എല്ലാ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. ഇനി ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കുമ്പോൾ UK ഇപ്പോൾ അവരുടെ PR, അതുപോലെ കരിയർ സേഫ് ആക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ UK പഠിക്കുന്നതുകൊണ്ട് അവർക്ക് എങ്ങനെയായിരിക്കും? എപ്പോഴും ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത്, നേഴ്സിംഗ് ഹെൽത്ത് കെയർ സെക്ടർ ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള സെക്ടറാണ്. ഇപ്പോൾ UK ഇപ്പോൾ നമുക്ക് PR ഒക്കെ ആണെങ്കിലും നമ്മൾ ഹെൽത്ത് കെയറിൽ നേഴ്സിംഗ് സെക്ടറിലാണെങ്കിലും ഒരു 5 years ഒക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ PR എലിജിബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി ഗ്രോത്തും പ്രൊമോഷനും ഹൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സെക്ടറും കൂടിയാണ് നേഴ്സിംഗ് വരുന്നത്. നിങ്ങൾ ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് ലോൺ പ്രോസസ്സ് ചെയ്യാനും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് സെക്യൂർ ചെയ്യാനും ഒക്കെ നമുക്ക് മാക്സിമം ടൈം അവൈലബിൾ ആണ്. കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ മെയ് ആണ്, അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 3-4 months ഇനഫാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ പല യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഓഫർ ലെറ്റർ വരുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ബെറ്റർ ചോയ്സ് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എഡ്ബിന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാൻ പറ്റും. മാക്സിമം നമ്മുടെ ഭാഗത്തു നിന്ന് സ്കോളർഷിപ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യും. പിന്നെ അത് കൂടാതെ തന്നെ ചില യൂണിവേഴ്സിറ്റീസ് അപ് ടു 12 to 13 lakhs വരെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും മിനിമം നമുക്കൊരു 3 to 4 lakhs സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ മാക്സിമം സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ ബാക്കി എല്ലാ കാര്യത്തിലായാലും നമുക്ക് എല്ലാ അസിസ്റ്റൻസും ചെയ്തു തരാൻ പറ്റും. ഓൾസോ 100% ഫ്രീ കൗൺസിലിങ്ങും അവൈലബിൾ ആണ്. സോ എബ്രോഡ് സ്റ്റഡീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് UK നഴ്സിംഗ് ആൻഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്ത സ്വാതി മാമിന് താങ്ക്സ്.